കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ICU പീഡന കേസിൽ അതിജീവിതയ്ക്ക് റിപ്പോർട്ട് നൽകാൻ കമ്മീഷണർക്ക് IGയുടെ നിർദ്ദേശം. ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ KV പ്രീതിക്കെതിരെ കൊടുത്ത പരാതിയിലെ അന്വേഷണ റിപ്പോർട്ട് അതിജീവിതയ്ക്ക് നൽകാനാണ് നിർദ്ദേശം. റിപ്പോർട്ട് ലഭിക്കാനായി 12 ദിവസമായി സമരത്തിലാണ് അതിജീവിത. ഗൂഗിൾ ചേരുന്നുണ്ട്. ഗൂഗിൾ അവസാനം നീതി ലഭിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അല്ലേ അതിജീവിതയ്ക്ക്? അതെ, നാളെ ഉച്ചയ്ക്ക് 12 മണിയോട് കൂടിയിട്ട് അതിജീവിതയ്ക്ക് ഈ റിപ്പോർട്ട് കിട്ടും എന്നാണ് ഇന്ന് IG ഈ സമരസമിതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തകരെ വിളിച്ചറിയിച്ചിട്ടുള്ളത്. 12 ദിവസമായി ഈ കമ്മീഷണർ ഓഫീസിന് മുന്നിലും IGയുടെ ഓഫീസിന് മുന്നിലും അതിജീവിത സമരത്തിലാണ്. 2023 ഒരു വർഷത്തിന് മുമ്പായിരുന്നു അതിജീവിതയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു ദുരവസ്ഥ ഉണ്ടായിരുന്നത്. ചികിത്സക്കായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയ അതിജീവിതയെ അവിടുത്തെ അറ്റൻഡർ പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട മൊഴിയെടുത്ത അവിടുത്തെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ പ്രീതിക്കെതിരെ അതിജീവിത മെഡിക്കൽ കോളേജ് ACPക്ക് പരാതി നൽകിയിരുന്നു. ആ പരാതി ഈ ഡോക്ടർ KV പ്രീതി തന്റെ മൊഴി നല്ല രീതിയിൽ രേഖപ്പെടുത്തിയില്ലായിരുന്നു, താൻ പറഞ്ഞ കാര്യങ്ങളൊന്നും രേഖപ്പെടുത്തിയിരുന്നില്ല എന്നത് സംബന്ധിച്ച പരാതിയായിരുന്നു നൽകിയിരുന്നത്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിന് വേണ്ടിയിട്ടായിരുന്നു പലതരത്തിലുള്ള സമരങ്ങളും പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ അതിജീവിതയ്ക്ക് നടത്തേണ്ടി വന്നത്. ഇതിനു മുമ്പ് അതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും മുഖ്യമന്ത്രി DGPയോടും DGP IGയോടും ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാനും അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനും ആവശ്യപ്പെടുകയുണ്ടായി. തുടർന്ന് IGയുമായി അതിജീവിത കമ്മ്യൂണിക്കേഷൻ ചർച്ച നടത്തുകയും ആ ചർച്ചയ്ക്കൊടുവിലാണ് ഇത്തരത്തിൽ ഈ പകർപ്പ് ലഭിക്കാനുള്ള അല്ലെങ്കിൽ റിപ്പോർട്ട് ലഭിക്കാനുള്ള നടപടിയിലേക്ക് കടക്കാമെന്നുള്ള ഒരു തീരുമാനമുണ്ടായത്. നാളെ 12 മണിയോട് കൂടിയിട്ട് ഈ റിപ്പോർട്ട് കമ്മീഷണർ അതിജീവിതയ്ക്ക് നൽകുമെന്നാണ് IG അറിയിച്ചിട്ടുള്ളത്. IG ഇത്തരത്തിലൊരു നിർദ്ദേശം കമ്മീഷണർക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് അതിജീവിതയോടും അതിജീവിതവുമായി ബന്ധപ്പെട്ട ആളുകളോടും നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ നാളെ 12 മണി, അതായത് റിപ്പോർട്ട് കിട്ടുന്നത് വരെ സമരം തുടരുമെന്ന് തന്നെയാണ് ഈ സമയത്ത് ഗൂഗിളാണ് വിവരങ്ങൾ പങ്കുവച്ചത്.